ബഹുമാന്യരും പ്രിയമുള്ളവരുമായ യാത്രക്കാരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ബൈബിളിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു ആറിൻ്റെ കരയിൽ അനേകരെ നിൽക്കുന്നത് കണ്ട് അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ ലുധിയ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഹൃദയത്തെ ദൈവം തുറക്കുകയും ആ സ്ത്രീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയും അനേകരെ യാത്രയ്ക്കായി നിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിൾ പ്രസംഗിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മാത്രമേ തുറക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ അനുഭവിക്കാത്തതായ ഏറ്റവും വലിയ സന്തോഷം, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരനുഭവം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയതായ ഒരു സമാധാനം നമുക്ക് നിലനിർത്തുവാൻ കഴിയും. ദൈവം നമ്മെ അപ്രകാരം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയും ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമാധാനവും പരസ്പര സ്നേഹവും യേശു സകല മനുഷ്യർക്കും നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മനുഷ്യരൊക്കെയും സമാധാനം അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഒരു സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമില്ല. അല്പം സമാധാനമോ സന്തോഷമോ നാം അനുഭവിക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ അതിലുപരിയായി അനേക പ്രതികൂലങ്ങളും വേദനകളും പ്രിയമുള്ളവരെ നമ്മെ തേടി എത്തുന്നുണ്ട്. അതാണ് ലോകത്തുനിന്ന് ഏറ്റവും അധികം ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ് പ്രസംഗിക്കുന്നത്. അത് തന്നെയാണ് സുവിശേഷം. അത് യേശുക്രിസ്തു തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം
28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ കടലിൽ കൂടി പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു കടലിന് മീതെ നടന്നു വരുന്നത് കണ്ട് അപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ, നിന്റെ അടുത്തേക്ക് വെള്ളത്തിൽ കൂടി നടന്നു വരുവാൻ കൽപ്പിക്കണമേ എന്ന്. യേശു പത്രോസിനോട് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി സമുദ്രത്തിൽ കൂടി നടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ വലിയ കാറ്റ് കണ്ട് അവൻ ഭയപ്പെട്ടിട്ട് വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങിയപ്പോൾ യേശു അവനെ കൈനീട്ടി പിടിച്ചു. അവൻ ആഴങ്ങളിലേക്ക് മുങ്ങി നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി യേശു അവനെ രക്ഷിച്ചതായി ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ യേശുവിനോട് പത്രോസ് പറയുന്നത്, കൽപ്പിക്കണമേ നിൻ്റെ അടുത്തേക്ക് വരുവാൻ. നാം യേശുവിൻ്റെ അടുത്തേക്ക് പ്രിയമുള്ളവരെ നാം ചെല്ലുന്നത് ഏതവസ്ഥയിലാണ്? നമുക്ക് സമാധാനമില്ലാത്ത അവസ്ഥ, നമുക്ക് സന്തോഷിക്കുവാൻ യാതൊരു കാര്യങ്ങളും നമ്മുടെ മുൻപിലില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു പ്രത്യാശയുമില്ല. അങ്ങനെയുള്ള ആ അവസരത്തിൽ പ്രിയമുള്ളവരെ നാം യേശുവിനെ വിളിക്കുന്നുവെങ്കിൽ യേശു തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് നമ്മളെ വിളിക്കും. ആ യാത്രയിൽ നമുക്കെന്താപത്ത് സംഭവിച്ചാലും ഒരിക്കലും യേശു നമ്മളെ കൈവിടുകയില്ല എന്ന് ഇവിടെ പത്രോസിനോട് പറഞ്ഞ വാക്കുകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഒരു മനുഷ്യൻ യേശുവിലായെന്നാൽ അവൻ പുതിയ സൃഷ്ടി മാത്രമല്ല, ഇന്നലെ വരെ അവൻ യാത്ര ചെയ്ത വഴികളിൽ കൂടിയല്ല അവനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാരണം അവൻ്റെ കരം പിടിച്ച് അവനെ നടത്തുവാൻ ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അനേക പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ സമാധാനം അപ്പാടെ എടുത്തു കളയുന്നതായ അനേകം അവസ്ഥകൾ നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെയൊക്കെയും ഈ പത്രോസ് മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കരം പിടിച്ചുയർത്തിയതുപോലെ നശിച്ചു പോകാതെ നമ്മളെ നിത്യസമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുവരുവാൻ പ്രിയമുള്ളവരെ യേശുവിന് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിൾ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. യേശുക്രിസ്തുവിൽ ആര് ുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന നാം പ്രമാണിക്കുന്നുവെങ്കിൽ നമുക്ക് മാത്രമല്ല ാൽ അത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്ന് പത്രോസിനോട് പറയുകയുണ്ടായി. മാത്രവുമല്ല, രണ്ടുപേർ ഒരുമനപ്പെട്ട് ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിക്കുകയോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും പിതാവായ ദൈവം അത് നമുക്ക് നൽകും. ദൈവം നൽകുന്ന ആ സന്തോഷം നാം അനുഭവിക്കും. ആ അനുഗ്രഹം നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കും എന്നുള്ളതാണ് വാസ്തവം. കാരണം അനേക രോഗികൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അനേകരെയും
മറ്റുള്ളവർ എടുത്തുകൊണ്ടാണ് വന്നത്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അവരെയൊക്കെയും ആശ്വസിപ്പിക്കുകയും അവർക്ക് സൗഖ്യം നൽകുകയും കുരുടനായവന് കാഴ്ച കൊടുക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മുടന്തനെ നടത്തുകയും യേശു ചെയ്യുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നാം ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ വിശ്വാസം യേശുക്രിസ്തുവിൽ എത്രമാത്രമുണ്ടോ, യേശു നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം വളരുന്നുവോ അത്രയും വലുതായിരിക്കും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും സമാധാനവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ബൈബിൾ പറയുന്നത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈബിളിലെ ഓരോ പ്രവചനങ്ങളും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനുത്തരമായി പറയുവാനുള്ളത്. ഇന്ന് മീഡിയകളിലും പത്രങ്ങളിലുമൊക്കെ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ സമാധാനമില്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങോട്ടാണ് കടന്നു പോകേണ്ടതെന്ന് അനേക ജനങ്ങൾ വിഭ്രാന്തിയിലായിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ഏതൊരു മനുഷ്യനും ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അവിടെ സമാധാനമുണ്ടായിരിക്കും. ആ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് മറ്റുള്ളവർക്കും നൽകുവാൻ കഴിയും. രണ്ടുപേർ ഒരുമനപ്പെട്ട് ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചെന്നാൽ അവർക്കത് തീർച്ചയായും ലഭിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിന് നമ്മളിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എത്ര വലുതാണോ അത്രയും വലുതായിരിക്കും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും. ഞാൻ വിളിച്ചു പറയുന്നത്, പ്രിയമുള്ളവരെ, ബൈബിൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ധാരാളം ധനം ദൈവം വാരിത്തരുമെന്ന് ആരും വിശ്വസിക്കരുത്. കാരണം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ആര് കടന്നു പോകുന്നുവോ അവരുടെ ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഭൗതികമായ നന്മകൾ കൊണ്ട് ഉയർത്താമെന്ന്. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ യാഗം ഞാൻ പൂർത്തിയാക്കും. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുരിതങ്ങളുണ്ട്, യാതൊരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ ആ വേദനകളും ആ യാതനകളൊക്കെയും ഈ 80 വർഷം മാത്രമായിരിക്കും. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവനോ അവൻ ഒരു നാളും മരിക്കുകയില്ല. അവൻ എന്നോട് കൂടെ നിത്യതയിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ എന്നേക്കും വസിക്കും എന്ന് യേശു പറയുന്നു. അതാണ് യേശു വീണ്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചേരും. ആരാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ? കാരണം അവർ രൂപാന്തരം പ്രാപിച്ച് അവർ ദൈവത്തോടു കൂടെ നിത്യതയിലേക്ക് എടുക്കപ്പെടും. രണ്ടാമത്തതോ, അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു ജനമുണ്ടാകും ഈ ഭൂമിയിൽ. അത് 1000 വർഷങ്ങൾക്ക് ശേഷം അവരും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അന്ന് ദൈവം ന്യായം വിധിക്കും. കാരണം പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. കാരണം ദൈവത്തോട് മനുഷ്യൻ മത്സരിക്കുകയും ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് അവരെ നിത്യദണ്ഡനത്തിലേക്ക് തള്ളിവിടുവാനുള്ള കാരണം. അതിൻ്റെ തെളിവ് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. സോദോമെന്നും ഗോമോറോ എന്നും പറയുന്ന 2 പട്ടണങ്ങളെ അനേക തവണ ദൈവം അവരെ മാനസാന്തരത്തിലേക്ക് വരുവാൻ ക്ഷണിച്ചിട്ടും അവരാരും മാനസാന്തരത്തിലേക്ക് വരാതെ അവർ
അവരുടെ തോന്നിയതുപോലെ ജീവിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്ന് പുരുഷന്മാരെ തന്നെ വിവാഹം ചെയ്യുവാൻ കഴിയുമെന്ന് നിയമമുണ്ട്. സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചിരിക്കുന്നു. കാരണം അതേ കുറ്റത്തിന് തന്നെയാണ് സോദോമിനെയും ഗോമോറയെയും ദൈവം ഗന്ധകവും തീയും ആകാശത്ത് നിന്നിറക്കി നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ, ഭൂമി വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വരവാസന്നമായിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നമ്മുടെ ആത്മാവിൻ്റെയും നിത്യതയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് ഞാൻ ഈ അവസരത്തിൽ കേട്ടുകൊണ്ട് നിൽക്കുന്നതായ പ്രിയമുള്ളവരും ബഹുമാനമായവരോടും അപേക്ഷിക്കുകയാണ്. കാരണം നാം അല്പസമയമേ ഇവിടെയുള്ളൂ. ആ സമയം നാം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ അതേറ്റവും വലുതാണ്. ആ പ്രത്യാശയില്ലാതെ നാം മുൻപോട്ട് കടന്നു പോകുമ്പോൾ അനേക ഭാരങ്ങളെ വെറുതെ നാം ചുമന്നുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ യേശു പറഞ്ഞതോ, നിൻ്റെ ഭാരങ്ങളെയൊക്കെയും എൻ്റെ മേലിട്ട് കൊള്ളുക. ചില ഭാരങ്ങളൊന്നും പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുമക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവോ എത്ര വലിയ ഭാരമാണെങ്കിലും അത് നമ്മളിൽ നിന്നെടുത്ത് സ്വയം ചുമന്നുകൊണ്ട് നമ്മളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും അത് നിങ്ങളുടെ ഭവനങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ആ പത്രോസിൻ്റെ കൈ പിടിച്ച് സമുദ്രത്തിലേക്ക് താന്നു പോകാതെ കരകയറ്റിയതുപോലെ നമ്മുടെയും വലിയ വീഴ്ചകളിൽ നാം യേശുവിൽ കൂടി നിത്യരക്ഷയിലേക്ക് കടന്നു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുകയാണ്. Oh.